रामाय रामभद्राय रामचन्द्राय वेधसे रघुनाथाय नाथाय सीताय पतये नमः। श्री वाल्मीकि महर्षये नमः। श्री आञ्जनेयाय नमः। श्री सीता लक्ष्मण भरत शत्रुघ्न हनुमत् समेता श्री रामचन्द्र स्वामिने नमः। श्री राम 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 श्री रामचन्द्राजय। श्री राम 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 श्री रामभद्राजय। श्री राम 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 सीताभिराम राम। श्री राम 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 लोकाभिराम जय। എല്ലാവർക്കും നമസ്കാരം. രാമായണത്തിലെ സെൽഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ രാമായണ സന്ദേശം നിത്യജീവിതത്തില് രാമായണത്തിലെ പുത്രധർമ്മം, രാജധർമ്മം, സത്യപരിപാലനം, സഹോദരധർമ്മം, ഗുരുശിഷ്യബന്ധം, ഭാര്യ-ഭർത്തൃബന്ധം, അങ്ങനെ ഒരുപാട് ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ജീവിത കഥയാണ് രാമായണത്തിലുള്ളത്. എന്നാൽ ഇവിടെ എന്റെ മനസ്സിനെ സ്പർശിച്ച ഒരു വിഷയമാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. നിനക്കു നാശമടുത്തിരിക്കുന്നിതുപാരം എനിക്കു നിരൂപിച്ചാൽ തടുത്തുകൂടാ താനും. ഈ സന്ദർഭം എല്ലാവർക്കും അറിയായിരിക്കും. അധ്യാത്മ രാമായണത്തിലെ ആരണ്യകാണ്ഡത്തിലെ മാരീച നിഗ്രഹണം എന്ന ഭാഗത്തില് ലക്ഷ്മണൻ സീതയോട് പറയുന്നതാണ്. രാവണന്റെ നിയോഗത്താൽ മാരീചൻ സ്വർണ്ണമാനിന്റെ വേഷം കെട്ടി സീതയുടെ അടുത്ത് വരുന്നു. സീത സ്വർണ്ണമാനിനെ പിടിച്ചുകൊണ്ടുവരാൻ ശ്രീരാമനോട് ആവശ്യപ്പെടുന്നു. ശ്രീരാമൻ അതിനു വേണ്ടി പിന്നാലെ പോകുന്നു. ഈ കഥ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെ മാനിനെ അകറ്റി മാൻ ഓടി ശ്രീരാമനെ അകറ്റി കൊണ്ടുപോയി അവസാനം ശ്രീരാമനെ എത്തിപ്പിടിക്കാൻ പറ്റില്ല എന്നുള്ള ഒരവസ്ഥയിൽ വന്നപ്പോ ഒരു അമ്പെയ്ത് മാരീചൻ ഒരു കരയുന്നുണ്ട്. സഹോദര എന്നെ രക്ഷിക്കൂ എന്നുകൊണ്ട് ശ്രീരാമന്റെ ശബ്ദത്തില് ഉറക്കെ ഒരു കരച്ചില് ഉണ്ടായി. ആ സമയത്ത് സീത ആ കരച്ചിൽ കേട്ടിട്ട് ശ്രീരാമന് എന്തോ ആപത്ത് സംഭവിച്ചു എന്ന് കരുതി ലക്ഷ്മണനോട് ശ്രീരാമനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കുകയാണ്. ശ്രീരാമൻ പോകുന്ന സമയത്ത് ലക്ഷ്മണനോട് ഇവിടെ ഉണ്ടാവണമെന്നും ഇത് കാടാണ്, രാക്ഷസന്മാര് ചുറ്റുമുണ്ടാവും, അതുകൊണ്ട് സീതയെ രക്ഷിച്ചുകൊള്ളണം എന്നും പറഞ്ഞിട്ടാണ് ശ്രീരാമൻ പോയത്. ലക്ഷ്മണനാണെങ്കിൽ നല്ല സ്നേഹത്തോടെ സീതയെ രക്ഷിക്കാനുള്ള മനസ്സോടെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് ഈ സീതയുടെ ആവശ്യം, അതായത് ലക്ഷ്മണനോട് ശ്രീരാമനെ അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞയക്കാം. പക്ഷെ ലക്ഷ്മണൻ അറിയാം ശ്രീരാമനൊന്നും അങ്ങനെ സംഭവിക്കില്ല എന്ന്. കാരണം ഇതിനു മുന്നേ ഖരൻ മുതലായ 14,000 രാക്ഷസന്മാരെ ഒറ്റയ്ക്ക് നേരിട്ട് വധിച്ച് യുദ്ധം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ശ്രീരാമൻ. എന്റെ ഏട്ടനൊന്നും സംഭവിക്കില്ല എന്നുള്ളത് ലക്ഷ്മണനും അറിയാം, സീതയും അത് കണ്ടിട്ടുള്ളതാണ്. പിന്നെ കാട്ടില് ഇങ്ങനെയുള്ള ജന്തുക്കൾ ഉണ്ടെന്നും മീൻസ് രാക്ഷസന്മാരുണ്ടെന്നും അവർക്ക് ഇങ്ങനെയുള്ള തന്ത്രങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതും അറിയാവുന്നതുകൊണ്ട് ലക്ഷ്മണൻ തന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സീതയോട്, ഇത് രാക്ഷസന്റെ തന്ത്രമാണ്, ഇത് ശ്രീരാമനല്ല, ശ്രീരാമന്റെ ശബ്ദത്തിൽ അങ്ങനെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞാലും സീത അത് അനുസരിക്കുന്നില്ല. സീതയ്ക്ക് തൽക്കാലത്തെ വികാര വിക്ഷോഭത്താൽ ലക്ഷ്മണനോട് കുറെ പരുഷ വാക്കുകൾ പറയുന്നുണ്ട്. സഹോദരന്റെ നാശം ആഗ്രഹിക്കുന്ന ദുഷ്ടാത്മാവായ നീ രാമന്റെ നാശം ആഗ്രഹിക്കുന്ന ആളാണ്. ശ്രീരാമൻ മരിച്ചാൽ എന്നെ കിട്ടുമെന്നാണ് നിന്റെ വിചാരമെങ്കിൽ അത് നടക്കില്ല, ഞാൻ പ്രാണത്യാഗം ചെയ്യും. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞ് ലക്ഷ്മണന് സഹിക്കാവുന്നതിൽ അപ്പുറം
കഠോരമായ വാക്കുകൾ സംസാരിച്ചപ്പോഴാണ് ലക്ഷ്മണൻ വനദേവതമാരെ ഇവളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ശ്രീരാമനെ അന്വേഷിക്കാനായിട്ട് ഇറങ്ങി. അപ്പോഴാണ് ഇവര് രാവണൻ വന്ന് കൊണ്ടുപോകുന്നത്. ഇവിടുത്തെ വിഷയം എന്താന്ന് വെച്ചാല് ഇത്രയൊക്കെ അനുഭവജ്ഞാനവും സ്നേഹസമ്പന്നതയും ത്യാഗബുദ്ധിയുമുള്ള ലക്ഷ്മണനെ സീത അവിശ്വസിച്ചത് ഒന്നാമത്തെ തെറ്റ്. എത്ര വികാര വിക്ഷോഭങ്ങൾക്ക് അടിമപ്പെട്ടാലും നമ്മള് അതുവരെയുള്ള അനുഭവ സമ്പത്തിനെ ചിന്തിച്ച് വേണം സംസാരിക്കാൻ. പിന്നെ ഇത്രയും കഠോരമായ വാക്കുകൾ പറയേണ്ട ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. കാരണം ഈ ഒരു സംഭാഷണം ഇല്ലായിരുന്നെങ്കിൽ ലക്ഷ്മണൻ പോകുമായിരുന്നില്ല, രാമായണത്തിന്റെ കഥ തന്നെ മാറി പോകുമായിരുന്നു. ഒരാൾ മറ്റുള്ളവരോട് എത്ര ആത്മാർത്ഥതയോടെ പെരുമാറിയാലും മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വരുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവും. അതാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. ജീവിതം തന്നെ തങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞുവെച്ച ലക്ഷ്മണൻ, തന്റെ പ്രിയപ്പെട്ട അനുജൻ, ചിന്തിക്ക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് സീത പറഞ്ഞത്. അപ്പോ അത് തീരെ ചെയ്യാൻ അരുതാത്ത ഒരു കാര്യമായിരുന്നു. നാവിൽ ഗുളികനല്ല, വാഗ്ദേവതയാണ് വിളയാടേണ്ടത്. ജ്യോതിഷത്തിൽ പറയും 2ാം ഭാവം കൊണ്ട് നാവാണ് പ്രതിപാദിക്കുന്നത്. അപ്പൊ 2ാം ഭാവത്തില് സരസ്വതി ദേവത, വാഗ്ദേവത വിളയാടാൻ വേണ്ടിയാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടത്. വാക്കിനെ സ്വാധീനിക്കുക എന്നത് ഒരു വലിയ കലയാണ്. ഒരു പരിധി വരെ അത് ജന്മസിദ്ധമാണെങ്കിലും കുറെ നമുക്ക് പരിശീലനം കൊണ്ട് നേടിയെടുക്കാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് നമ്മള് എന്തൊരു വികാരത്തിന് അടിമപ്പെട്ടാല് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന രീതിയിലോ മറ്റുള്ള ആൾക്ക് വിഷമം വരുന്ന ഹർട്ട് ചെയ്യുന്ന രീതിയിലോ ആകരുത് എന്നാണ് നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് രാമായണം സീതാദേവിക്ക് ഈ ഇവിടുന്ന് ശ്രീരാമന്റെ വിയോഗം ഉണ്ടായതും അവിടെ വിരഹ ദുഃഖത്തിൽ നിൽക്കേണ്ടി വന്നതും രാവണൻ കൊണ്ടുപോയതും അങ്ങനെ യുദ്ധം ഉണ്ടായതും അതൊക്കെ വിധി വൈപരീത്യമാണെങ്കിൽ പോലും ഇതിനൊരു കാരണമായത് ഈ ഒരു സംഭാഷണമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. One who pays insult writes in sand, but who receives insult grizzles it in brace. അതായത് അധിക്ഷേപം നടത്തുന്നവര് മണലിൽ എഴുതും, അതായത് മറന്നു പോകും. കേൾക്കുന്നവര് ഓടിൽ കൊത്തിവെക്കും. അതാണ് പറയുന്ന ആൾക്കാർക്ക് മണലിലാണ്, അത് വേഗം മാനും. പക്ഷെ കേൾക്കുന്ന ആൾക്കാർക്ക് അത് വല്ലാത്ത മുറിവുണ്ടാക്കും. അങ്ങനെ മുറിവുണ്ടാക്കുന്ന മാച്ചു കളയാനാവാത്ത വിധം മനസ്സിൽ പതിഞ്ഞു പോകുന്ന വാക്കുകൾ സംസാരിക്കരുത്. വാക്ക് ഒരു ഇരുതല മൂർച്ചയുള്ള വാളാണ്. അതുകൊണ്ട് വാവിട്ട വാക്കും കൈവിട്ട ആയുധവും തിരിച്ചു കിട്ടില്ല എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അതുപോലെ സംരക്ഷിക്കാനും മുറിപ്പെടുത്താനും സങ്കടപ്പെടുത്താനും സാന്ത്വനിപ്പിക്കാനും ചിരിപ്പിക്കാനും കരയിപ്പിക്കാനും എല്ലാം വാക്കുകൾക്കുണ്ടാവും. അതിനാൽ അറിയാവുന്ന കാര്യം ആണെങ്കിൽ പോലും ഒരു നിമിഷം ആലോചിച്ച് അതുകൊണ്ട് ഉള്ള ഭവിഷ്യത്തിനെ പറ്റി ചിന്തിച്ച് അവർക്ക് കേൾക്കുന്ന ആൾക്ക് ഹർട്ടാവാത്ത രീതിയിൽ വേണം സംസാരിക്കാൻ. ഇതാണ് ഈ ഒരു ഭാഗം കൊണ്ട് രാമായണത്തിൽ നിന്ന് നമ്മൾ ജീവിതത്തെ പകർത്തേണ്ട ഒരു സന്ദേശം. താങ്ക് യു. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി.